48 ഇസ്മായിൽ സാഹിബ് ലീഗിന്റെ രാഷ്ട്രീയ പ്രമേയം മദിരാശിയിൽ വെച്ചുണ്ടാക്കുമ്പോൾ അതിന്റെ തലക്കെട്ടായി എഴുതി വെച്ച ഒരു ആയത്തുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു വചനം, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം കേട്ടോ. ഒരുമിച്ച് നിൽക്കാത്തവന് നാശമാണ് കേട്ടോ. മുസ്ലിം ലീഗിന്റെ അന്നത്തെ യോഗം പരപ്പനങ്ങാടിയിൽ നടക്കുമ്പോൾ, അന്നത്തെ യോഗം ചെറുമംഗലത്ത് നടക്കുമ്പോൾ, അന്നത്തെ യോഗം തിരൂരിലും താനൂരിലും നടക്കുമ്പോൾ ഇതുപോലെ ഒരു ബാനർ അല്ല ഉണ്ടാവുക. ഏതാ ബാനർ കിട്ടുക? CH ഇങ്ങനെ പ്രസംഗിക്കുന്ന ഫോട്ടോയുടെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തു നോക്ക്. ബാനർ കാണാൻ പറകിൽ പഴയ വികൃതമായ കയ്യക്ഷരങ്ങളിൽ എഴുതി വെച്ച ബാനർ. പക്ഷെ അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണേ സഹോദരന്മാരെ, നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ സഹോദരന്മാരെ. മുസ്ലിം ലീഗ് സമുദായത്തോട് ഇങ്ങനെ പറഞ്ഞു, ഒരുമിച്ച് നിൽക്കണം. ഒന്നിക്കുന്നവന്റെ കൂടെ മാത്രമേ അള്ളാഹു നിൽക്കുകയുള്ളൂ, ഭിന്നിക്കുന്നവന് നരകമാണ്. പ്രവാചകൻ തിരുമേനിയുടെ വചനങ്ങൾ പറഞ്ഞു. സൂക്ഷിക്കണം, സൂക്ഷിക്കണം, ഭിന്നിക്കരുത്, ഭിന്നിക്കരുത്, ഭിന്നിക്കരുത്. ലീഗ് പറഞ്ഞ അതാണ്. ഭിന്നിക്കാതിരുന്നാൽ അള്ളാഹ് സഹായിക്കും, അള്ളാഹു സഹായിക്കും. ഭിന്നിച്ചാലോ നിങ്ങൾ എത്ര വെല്ലുവിലായാലും അള്ളാഹു സഹായിക്കൂല. ആരാ പറഞ്ഞത്? പറയാൻ ഏറ്റവും അർഹതപ്പെട്ട പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, ഭിന്നിച്ച നാശാണ്, നരകാൻ, അപകടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സേനയെയാണ് ഉഹുദിന്റെ മണ്ണിൽ അള്ളാഹു പരാജയപ്പെടുത്തിയത്. ബദറിന്റെ മണ്ണിൽ ജയിപ്പിച്ചപ്പോ ഉഹുദിന്റെ മണ്ണിൽ പരാജയപ്പെടുത്തിയത് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പായിരുന്നു. ആ സഹാബത്തിനിടയിൽ ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു, ചെറിയ അനുസരണക്കേടായിരുന്നു. ഇല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സേനാനായകനായിട്ടും ഉഹുദിന്റെ മണ്ണിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പോ ഒരുമിച്ച് നിൽക്കണം സമുദായം. എന്നാൽ നമുക്കിടയിൽ നിന്ന് ഈ ഒരുമിച്ച് നിൽക്കുന്ന ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പതുക്കെ ഓരോരുത്തരെ തോണ്ടി എന്നിട്ട് വിളിച്ചു കൊണ്ടുപോയി മാരിബിന് ഇന്ന സ്ഥലത്ത് കാണണം, വർത്താനം എന്നല്ല, ഒരു തരം ആക്ഷൻ ടൈം ഇങ്ങനെ കാണിക്കുക, തോണി ഒക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഈ സാധുക്കൾ ചെന്നു, ഖുർആനൊക്കെ പിടിച്ച് സത്യം ചെയ്യിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ലീഗൊക്കെ വേണം, നല്ലതാണ്, ലീഗിൻ്റെ നേതാക്കന്മാർ ഒക്കെ തരക്ക, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ സമുദായത്തിനൊരു അപകടം വന്ന ആരുണ്ട്? ലീഗ് നോക്കോ? ലീഗ് പറയണ്ടല്ലോ, പേടിക്കണ്ട, പ്രശ്നമില്ല. അതൊക്കെ പുറത്ത് പൊതുയോഗത്ത് പറയാണ്. ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഏർപ്പാട് തുടങ്ങിയത്. അവരൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശുദ്ധ കളവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്യണം? സംഘടിക്കണം. നിങ്ങൾ കരാട്ടയും കുംഫുക്കെ പഠിച്ചൂടെ? ഒന്ന് ഉഷാറായി നിന്നോട്ട്. ശത്രു വരികയാണ്, RSS വരികയാണ്, ശിവസേന വരികയാണ്, ബജറംഗ് ദൾ വരികയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണോ, റെഡിയായി നിന്നോ എന്നൊക്കെ പറഞ്ഞ് ഈ സാധുക്കൾ എങ്ങനെ കരാട്ടയും കുംഫുക്കെ പഠിപ്പിച്ച് റെഡിയായി ഇങ്ങനെ നിർത്തി. ഈ സാധുക്കൾ ഇങ്ങനെ മസ്ലും പിടിച്ച് നടക്കൽ തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങൾ ഇപ്പം അടുത്ത ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്കിടയിൽ ഭയം നിറക്കുക, അവനെ പേടിപ്പിക്കുക, ശത്രുവാണ് ചുറ്റും എന്ന് പറയുക. അങ്ങനെ കുറേ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ NDF എടുത്തു നോക്ക്, അവൻ്റെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ഭാവമാണ്. ആരെ കാണുമ്പോൾ ഒരു സംശയം, ഒരു സമാധാനമില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ മുഖം ഒരു വലിഞ്ഞ് മുറുകിയിട്ടാണ്. നേരം വെളുക്കുന്നതിനനുസരിച്ച് മുഖം ഇങ്ങനെ മുറുകി വരും. അങ്ങനെ രാത്രിയാവും അവന് ഇരുട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണ്. അതുവരെ ഒരു ജായി ബേജാറ്, ഇടങ്ങേറ്, ഇങ്ങനെയുള്ള കുറേ കുട്ടികൾ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി യൂത്തുകാരൊക്കെ പറയാറുണ്ട്, സംഗതി NDF സുഹൃത്തുക്കൾ ഉണ്ടാവും, പക്ഷെ ഒറ്റക്ക് പോകുമ്പോൾ ബാക്കിൽ നിന്നൊന്നും വിളിച്ചുവിടരുത്. ഒരു അറ്റാക്കായി മരിച്ചു പോകും, RSS വരിക എന്ന് കരുതിയിട്ട് പേടിച്ച് വലിച്ചു മുറുക്കി കുട്ടികളെങ്ങനെ നടത്തുക. ഒരു പ്രത്യേകതരം കുട്ടികൾ നിക്കാരം തന്നെ നിക്കാരം, നോമ്പന്നെ നോമ്പ്, വേറെ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ രീതിയുണ്ടോ? അങ്ങനെ വലിഞ്ഞു മുറുകിയ കുറേ കുട്ടികൾ. എന്താണ് നമ്മളെ ചെറുപ്പക്കാരെ കാണും പറയും, അനക്കൊന്നും മരിക്കണ്ടോ, മരിക്കണ്ട. ബന്ധത് RSS വരാൻ നേരത്ത് ഇങ്ങനെ വെറുതെ ചിരിച്ച് കളിച്ച് നടക്കുക, ആ ലീഗിൻ്റെ പൊതുയോഗത്ത് പോയിട്ട് വെറുതെ ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഈ ബേജാറൊക്കെ ഒന്ന് വേണ്ടേ? അങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ച് നിർത്തി. ഞാൻ തമാശക്ക് പറയാറുണ്ട്, നമ്മളെ ഈ പട്ടാളക്കാർ നാട്ടിൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പട്ടാളക്കാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രാജ്യസ്നേഹികളായ പട്ടാളക്കാർ നാട്ടിൽ വരുമ്പോൾ അവർ പ്രത്യേക കോലത്തിൽ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചാൽ നടക്കുക. നമ്മൾ പറയും, ഓന് പട്ടാളത്ത് പോയ പേരെന്തൊരു കിബറാണെന്നാണ്. കിബറല്ല, അങ്ങനെ ആക്കിയെടുക്കുകയാണ്. പട്ടാളത്തിൽ ചെന്നപാട് പറയത്രേ, തോക്കിൻ്റെ ബാനറ്റ് കൊടുക്കും, എന്നിട്ട് പറയും അതാ ശത്രു കുത്തുന്ന് പറയും. അപ്പോൾ അവന് എവിടെ ശത്രു കാണുന്നില്ലല്ലോ, ഉണ്ട് കുത്തുന്ന് പറയും. അങ്ങനെ കുത്തും, ബാക്കിൽ ശത്രു, തിരിഞ്ഞ് ബാക്കോട്ട് കുത്തും, ഇടത്ത് ശത്രു, വലത്ത് ശത്രു. ഇവനെങ്ങനെ കുത്തി ശത്രു എന്ന് പറഞ്ഞിട്ടൊരു പേടി ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഇവനിങ്ങനെ പേടിപ്പിച്ച് അതാണ് ഇവനിങ്ങനെ മസിലൊക്കെ പിടിച്ച് കിടക്കുന്നത്. അവനെന്താ കാര്യം എന്ന് വെച്ചാൽ അവന് മാസം അതിന് ശമ്പളം കിട്ടും. നമ്മളെ കുട്ടികൾ ഈ മസിലും പിടിച്ചാൽ കുട്ടികൾ മരത്തമ്മ കയറും. അതാണ് പ്രശ്നം. വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു തലമുറയുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിച്ചു. നമ്മളെ നാട്ടിലെ കുട്ടികൾ എന്തൊരു ഉഷാറായിരുന്നു ഇല്ലേ? ഇന്നലല്ലേ ഗൾഫിൽ നിന്ന് ഈ നമ്മളെ സഹോദരന്മാർ പൈസ അയച്ചു തുടങ്ങിയത്, അറബികൾ കുറച്ചൊക്കെ പൈസ തരാൻ തുടങ്ങിയത് ഇന്നലല്ലേ? അതിനു മുമ്പോ ഈ പള്ളികൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്, ഈ മദ്രസകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്, ഈ സ്കൂളുകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? നാട്ടിലൊരു വയൽ സംഘടിപ്പിക്കും, എന്തൊരു ഉഷാറായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കവുങ്ങ് വെട്ടിക്കൊണ്ടുവരും, എന്നിട്ട് പഴയ ടാർപോളിയും പിരിക്കും, നാട്ടിലൊരു വയൽ നടത്തും, കോഴിമുട്ട എന്നിട്ട് മുസ്ലിം ലേലം ചെയ്യും. അതിങ്ങനെ ആ കോഴിമുട്ടനെ ലേലം ചെയ്ത് വിളിക്കും.
എന്നിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കും. ഒരു മുട്ടയായിട്ട് എത്ര നേരം ഒയന്നു പോയ കഥകളുണ്ട്. കാരണം ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ലേലം ചെയ്യിക്കും. എന്നിട്ട് പിറ്റേ ദിവസം അരി പിടിയരി ഓരോ വീട്ടിൽ പോയിട്ടേ അതിൻ്റെ പേരെന്നെ പിടിയരി എന്നാണ്. തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന കഞ്ഞി വെക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി എടുത്തിട്ട് മാറ്റി വെക്കും. എന്നിട്ട് മദ്രസയിലെ ആളിങ്ങനെ സഞ്ജുവായിട്ട് വരുമ്പോൾ അയാൾക്ക് അരി കൊടുക്കും. ഈ പിടിയരി വിറ്റിട്ട്, ഈ കോഴിമുട്ട ലേലം ചെയ്ത് വിറ്റിട്ട്, ഈ കോഴികളെ ലേലം ചെയ്ത് വിട്ടിട്ട് ഉറുമ്പ് കൂടുകെട്ടുന്ന പോലെ കേരളത്തിൻ്റെ തെരുവുകളിൽ നമ്മൾ ഈ മദ്രസകളും പള്ളികളൊക്കെ ഉണ്ടാക്കി. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ അതിൻ്റെ മടികൾ ആരംഭിച്ചു തുടങ്ങി. ഈ ചെറുപ്പക്കാരനെ കിട്ടുന്നില്ല. രാത്രി മുഴുവൻ ഈ ക്ലാസ് എടുത്തിട്ട് ഇവനെങ്ങനെ മസുലും പറപ്പിച്ച് ഇവനെ വിടുകയാണ്. രാവിലെ പോയി രാത്രി പോയി കിടന്നുറങ്ങാണ്. രാവിലെ നമ്മൾ വിളിക്കുകയാണ്, എടോ 5-ാം വാർഡിലെ മറ്റേ കിണറിൻ്റെ കമ്മിറ്റി ഉണ്ട്. ഓമ്പറി ചിലക്കാതെ പോടോടൊന്ന് കിണർ ഇവിടെ ബദർ വരാൻ നേരത്തെ എൻ്റെ കിണർ അവിടെ കിട്ടൂല. റോഡ് പണിക്ക് എന്ത് റോഡ് പണി? അതൊക്കെ അബ്ദുറബിനൊക്കെ ഉള്ള ചില സുഖമല്ലേ, അതൊന്നും നടക്കൂല. ഇവിടെ RSSകാരൻ വരാൻ നേരത്ത് റോഡ് പണി. ഉള്ള റോഡ് കുറച്ച് കട്ടറുണ്ടെങ്കിൽ ഓലെ വരവ് കുറച്ച് നീണ്ടു കിട്ടുന്നല്ലാണ്ട് ആ റോഡ് നന്നാക്കണ്ട. എന്ത് പള്ളി? ദാറുൽ ഹറമിൽ ജുമാ നിർബന്ധമില്ല എന്നാണ്. പിന്നെ പള്ളി ഉണ്ടാക്കാൻ വന്നു. യുദ്ധം വരാൻ നേരത്ത് എന്ത് പള്ളിയടോ? ഓനെ പള്ളി കമ്മിറ്റിയിൽ ഓനില്ല, മദ്രസ കമ്മിറ്റിക്ക് ഓൻ വരൂല, ഒരു ഏർപ്പാടിന് ഓനെ കിട്ടൂല. ഇവനിങ്ങനെ മസുലും പറപ്പിച്ച് രാവിലെ മുതൽ ശത്രുവിനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. RSS വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുക. കുട്ടികളുടെ ക്രയശേഷിയെ മുഴുവൻ തകർത്തു. അവൻ്റെ ചിന്താധാരയെ മുഴുവൻ മരവിപ്പിച്ചു. അവൻ്റെ ചിന്തകളിൽ ഈ ഭീതിക്കപ്പുറത്ത് മറ്റൊന്നും ഉണ്ടായില്ല. മസുലും പറപ്പിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ നാട്ടിൽ വരും. വാപ്പാനെ വെറുപ്പിച്ചു. എന്ത് വാപ്പ? ബദറിൽ പോയി പങ്കെടുക്കാൻ നേരത്തെ ഇപ്പം വാപ്പാനെ വെറുപ്പിച്ചു. വാപ്പാനെ ചീത്ത വിളിച്ചു. ഉമ്മയെ വെറുപ്പിച്ചു. എല്ലാവരെയും വെറുപ്പിച്ചു. നോക്കുമ്പോൾ നാട്ടിലൊന്നും ഒരു യുദ്ധത്തിൻ്റെ സ്കോപ്പ് കാണുന്നില്ല. അങ്ങനെയാണ് കാശ്മീരിൽ സ്കോപ്പ് ഉണ്ട്. അങ്ങോട്ട് വണ്ടി കയറി ഇല്ലേ? അങ്ങനെ വണ്ടി കയറിയതാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, മിലിറ്റൻ്റ് ആയിട്ടുള്ള ഏതു സംഘടനക്കും സംഭവിക്കുന്ന സ്വാഭാവികമായ പരിണതിയാണ് ഇതിനൊക്കെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ യുദ്ധം ഇല്ലാണ്ട് വന്നാൽ യുദ്ധമുള്ളിടത്തേക്ക് ഇവർ പോകും. കാരണം ഇവരെ മുഴുവൻ മനസ്സിനകത്ത് നിറച്ചു വെച്ച വിഷമതാണ്. പരപ്പനങ്ങാടിയിൽ എത്ര തവണ ശത്രുവിനെ കിട്ടും? എത്ര യുദ്ധം നടക്കും? നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിൽ നിങ്ങൾ ആലോചിക്കണം. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ RSSകാരൻ ഉണ്ടാവേണ്ടത് അല്ലേ? അതല്ലേ RSSന്റെ ലോജിക്ക്? അതല്ലേ RSSന്റെ വാദം? RSS എന്താ പറയുന്നത്? മുസ്ലിങ്ങൾക്കെതിരായി സംഘടിക്കുക, മുസ്ലിങ്ങളുടെ ആധിപത്യത്തെ ചെറുക്കുക, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയെ ചെറുക്കുക. ഓല് വലിയ വമ്പന്മാരാവാൻ പാടില്ല. അവർക്കെതിരാണ് RSS അല്ലേ? അവർക്കെതിരാണ് RSSന്റെ ക്യാമ്പുകളിൽ പോകുന്ന കുട്ടികളോട് എന്താ പറയുന്നത്? കണ്ടോ മാപ്പിളാര്? അവരെ കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ? അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും, എന്ത് തമ്മ് പറഞ്ഞാലും വെള്ളിയാഴ്ച അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടും. എന്നിട്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ കുശൂഷിക്കുന്നു. അറബിയിൽ പറയുന്നതാണ്, വേറെ ചില ആളുകൾ സ്വകാര്യം പറയുന്നത് കാണാം. ഇതൊക്കെ ഹിന്ദു സഹോദരന്മാരെ എങ്ങളെ ശരിയാക്കാനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. കുട്ടികളെ കുറച്ച് കരാട്ടയും ഒക്കെ പഠിച്ച് നിന്നോളി, റെഡിയായി നിന്നോളി. എപ്പോഴാണ് മാപ്പിളാർക്ക് ഹാലളുക എന്നറിയില്ല. അതുകൊണ്ട് റെഡിയായി നിന്നോളി. അങ്ങനെ കുറേ കാലം RSSകാർ നമ്മുടെ നാട്ടിലൊക്കെ മസുലും പിടിച്ച് ഉറപ്പിച്ച് നടന്നു ഇല്ലേ? കുറേ കാലം. എന്നാൽ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ RSS വളർന്നോ? എൻ്റെ ചോദ്യം അതാണ്. മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പുരോഗതിയിൽ നിൽക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സംഘടിച്ചു നിൽക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം നവോത്ഥാനങ്ങൾ നടക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാപനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ RSS ഉണ്ടായോ? RSSന് മലപ്പുറം ജില്ലയിൽ വളം വരാതെ പോയതെന്താ? NDFകാരൻ്റെ കത്തി കണ്ടിട്ടാ? ഫയാസിന്റെയും റഹീമിന്റെയും ചോരക്കൊതി കണ്ടിട്ടാണോ RSSകാരൻ ഈ മലപ്പുറം വിട്ടുപോയത്? അല്ലെങ്കിൽ മലപ്പുറത്തിൽ അവരുടെ സ്വാധീനം തകർന്നു പോയത്? അല്ല. RSSകാരൻ്റെ വാദങ്ങൾ പൊളിഞ്ഞു. RSSകാരൻ ഉയർത്തിയ വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞു? എന്താ RSS പറഞ്ഞത്? സൂക്ഷിക്കണേ മാപ്പിളാരെ, അവർ കുഴപ്പക്കാരാണ്, അവർ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ നടക്കുകയാണ്, ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുകയാണ്. കണ്ടില്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ? അവർക്കൊരു പ്രത്യേക രീതി, പ്രത്യേക കോലം, പ്രത്യേക രൂപം. കണ്ടില്ലേ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ? മഹാ അപകടകാരിയാണ്. മൂപ്പരെ സൂക്ഷിക്കണം.